ഹായ്, ഞാൻ മൊയ്തീൻകുട്ടി ചോലക്കൻ, AR നഗർ. നമ്മുടെ മുതുകാട് ഗോപിനാഥ് സാറിൻ്റെ മാജിക് പ്ലാനറ്റിനെ പറ്റിയും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചൊക്കെ ഇന്ന് യൂട്യൂബിൽ കൂടി പലരും വീഡിയോകൾ, സത്യമാവട്ടെ വ്യാജമാവട്ടെ, വസ്തുതകളാവട്ടെ അല്ലെങ്കിൽ വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാവട്ടെ, എന്തായിരുന്നാലും ഇത് ഇന്ന് യൂട്യൂബിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇതിനെക്കുറിച്ച് ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പാരൻസ്, അതേപോലെ തന്നെ മറ്റ് യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, മറ്റ് ചാനലുകാർ എല്ലാവരും ഇന്ന് അതിനെക്കുറിച്ച് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും അപഗ്രഥനങ്ങളും നിഗമനങ്ങളും വിലയിരുത്തലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതുകാട് സാറിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സും വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളൊക്കെയാണ്. ഇവിടെ മാജിക് പ്ലാനറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ സമൂഹത്തിൽ പരിഗണന അർഹിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ ഒന്നുമല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അതെൻ്റെ വിഷയവുമല്ല. പക്ഷെ ഇതിനോടനുബന്ധിച്ച് പല ആളുകളും അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫാസിൽ അവർകൾ മെന്റലിസ്റ്റ് ഇവരുടെ ഒരു അഭിപ്രായം, ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ആരുമായിട്ട് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഫിസിക്കലി ഡിസേബിൾഡായ ഷിഹാബിനെ കുറിച്ച്, ഷിഹാബിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഷിഹാബുമായിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കാണാനിടയായി. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മജീഷ്യനായ ഫാസിലിൻ്റെ ഷിഹാബിനുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഫാസിൽ വളരെ ആ ഇൻ്റർവ്യൂവിൻ്റെ ആരംഭത്തിൽ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഒരു നിഷ്പക്ഷമായ ഒരു ഇൻ്റർവ്യൂ ആണെന്നും ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുള്ളൂവെന്നും എനിക്ക് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല എന്നും ഞാൻ രണ്ട് ആളുടെ കാര്യങ്ങളും കേട്ട് അതിനനുസരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂവെന്നും എനിക്ക് ആ സ്ഥാപനത്തോട് ചെറിയതെങ്കിലും രീതിയിലുള്ള കടപ്പാടുകളുണ്ട് എന്നും ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഫാസിൽ ആ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത്. ആ ഇൻ്റർവ്യൂ ആ രീതിയിൽ ആരംഭിച്ചു. നേരെ മറിച്ച് ഫാസിലിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സാധാരണ ഒരു ഇൻ്റർവ്യൂ പോലെ ഫാസിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യങ്ങളെ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരെ അപഗ്രഥിക്കുക. മനഃപൂർവ്വം ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പക്ഷവുമായിട്ടുള്ള മാനസികമായുള്ള അടുപ്പം അവരെ ആ രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിക്കാനേ അവരെ പ്രേരിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അവർ ആ രീതിയിലെ കാര്യങ്ങൾ പുറമേക്ക് നമുക്ക് അവർക്ക് തരാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഫാസിൽ ആദ്യം തന്നെ വരുന്നത് ഇത് തികച്ചും വളരെ നിഷ്പക്ഷമാണ്. ഞാൻ ഷിഹാബിൻ്റെയും അതേപോലെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഒരേപോലെ കണക്കിലെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനൊരു ആമുഖം ഇതിന് കൊടുത്തപ്പോഴേ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു മജീഷ്യൻ്റെ, മെന്റലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മനഃശാസ്ത്രമായ കാര്യങ്ങളുമായിട്ട്, മനുഷ്യ മനസ്സിൻ്റെ നീക്കങ്ങളുമായിട്ട്, വൈകാരികവുമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരാൾ. എനിക്ക് ഫാസിലിനെ കുറിച്ച് ആദ്യം പരിചയമില്ല, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഫാസിലിൻ്റെ മാജിക്കുകളും മറ്റും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതിന് മനസ്സിലായി ധാരാളം ആളുകൾ ഫാസിലിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയിലെല്ലാം ഫാസിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാസിലുമായുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക്
ഒരു നമുക്ക് ഒരു വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിയുമെന്നുള്ളൊരു ഈഗർ അതോടുകൂടിയാണ് നമ്മൾ ആ വീഡിയോ കാണാൻ ശ്രമിച്ചത്. പക്ഷെ ആ ഫാസില് അതൊരു സാധാരണക്കാരനാണ് ഫാസിലിന്റെ അടുത്തിരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നമുക്കറിയാം ഫാസിലിനേക്കാളും ഫിസിക്കലി ആരോഗ്യപരമായിട്ട് ഷിഹാബ് വളരെ കിലോമീറ്റർ അകലത്തിലാണ്. ഇതൊരു വീഡിയോ ചെയ്തിരുന്നു. മുതുകാട് സാറിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ പച്ചയായ ആവിഷ്കാരങ്ങളായിട്ടാണ് നമുക്കത് തോന്നിയത്. ഒരു പച്ചയായിട്ട് അനുഭവിച്ച, അപ്പോൾ അങ്ങനെ ഷിഹാബിനെ പോലെ ഈ ഫാസിലിനേക്കാളും ഈ ഫിസിക്കലി വളരെ ദൂരെ നിൽക്കുന്ന ഷിഹാബിനെ പോലെ ഒരാളുമായിട്ട് ഈ ഫാസില് നടത്തിയ ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ നിഷ്പക്ഷം എന്നുള്ള ആമുഖത്തോടു കൂടി നടത്തിയ ഇന്റർവ്യൂ അതൊരു പക്ഷപാതപരമായി പോയി എന്നുള്ളതിലാണ് നമുക്കുള്ള വിഷമം. ഏതായിരുന്നാലും നമ്മൾ വളരെ ഒരു അനാരോഗ്യകരമായ രീതിയിലാണ് ഫാസില് ഷിഹാബുമായി നടത്തിയ ആ ഇന്റർവ്യൂ. കാരണം ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളിലെ ചില വാചകങ്ങൾ മാത്രം, അതിൻ്റെ ക്ലിപ്പുകൾ മാത്രം എടുത്ത് തൻ്റെ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഫാസിൽ എങ്ങനെയാണോ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് സ്പ്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ക്ലിപ്പുകളും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് പോലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഫാസിൽ അവതരിപ്പിക്കാനുണ്ടായത്. നമുക്കറിയാം ഒരാളുടെ കാഴ്ചപ്പാട് ഒരാൾ പറഞ്ഞതും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് മാത്രം എടുത്താൽ പോരാ. ആ സെന്റൻസ് പൂർണ്ണമാകണമെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ, അതിൻ്റെ സാഹചര്യം, ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ആൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഫാസിൽ ഇവിടെ ചെയ്തത് അതിൽ ആ ക്ലിപ്പ് മാത്രം എടുത്ത് എഡിറ്റ് ചെയ്ത് കാഴ്ചക്കാർക്ക് മുമ്പിലേക്ക്, വ്യൂവേഴ്സിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഫാസിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഈ നിഷ്പക്ഷം പറയാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിഷ്പക്ഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് വളരെ ഒരു മോശമായി തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് പേഴ്സണായ ഫാസിൽ ഈ വീഡിയോ മുഴുവനായിട്ടും ഇന്റർവ്യൂ നടത്തി നമ്മളിലേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമില്ലായിരുന്നു. ഷിഹാബുമായി നടന്ന മുഴുവൻ വീഡിയോ. അപ്പോൾ ഷിഹാബ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോടനുബന്ധിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുമ്പോൾ മാത്രമേ നമുക്കത് അപഗ്രഥിച്ച് നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരാളുടെ ക്ലിപ്പ് മാത്രം ഇടയ്ക്കെടുത്തിട്ട് താൻ എന്താണോ ആഗ്രഹിക്കുന്നത് പുറത്തേക്ക് വരാൻ വേണ്ടി അതിന് അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് അതും ഒരു ഷിഹാബിനെ പോലെ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭം എന്ന് വെച്ചാൽ നമ്മുടെ ദുർബലമായ അല്ലെങ്കിൽ അനാരോഗ്യകരമായ സ്വാർത്ഥ ലാഭം, മറ്റാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ വ്യക്തിത്വം നമ്മൾ കീപ്പ് ചെയ്യാതെ താൽക്കാലികമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈകാരികതയുടെ പേരിൽ ഇതേപോലെയുള്ള സൈക്കോളജിക്കലായി നിൽക്കുന്ന ആളുകളുടെ അടുത്തിൽ നിന്ന് ഫാസിലിനെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് വ്യക്തമായൊരു നിലപാടും കാഴ്ചപ്പാടും ഇല്ലാതെ വീഡിയോ വരാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്റർവ്യൂ നടത്താൻ ഇങ്ങനൊരു ഇന്റർവ്യൂ നടത്തണമെങ്കിൽ ആഴ്ചകളോളത്തെ പരിശീലനം വേണം. 1-2 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. ചെയ്ത വീഡിയോയും മുതുകാടുമായുള്ള സമ്പർക്കവും സംസാരവും പരസ്പരം യോജിപ്പിച്ച് അപഗ്രഥനം ചെയ്ത് ഇതിൽ നിന്ന് കിട്ടേണ്ട നാം ആഗ്രഹിക്കുന്ന നിഗമനം, ഫാസിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആ നിഗമനം വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റുമോ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കുറച്ച് ശ്രമിക്കണം. 1-2 ദിവസം കൊണ്ട് സാധിക്കുകയില്ല. കാര്യത്തിൽ 3-4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, എഗ്രിമെന്റിന്റെ കാര്യം.
മറ്റൊന്ന് വളരെ വിരോധാഭാസമാണ്. ഇങ്ങനെയാണ് ഒരു കാര്യങ്ങൾ. ഒരു മനഃശാസ്ത്രജ്ഞന് ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ച് മറ്റുള്ളവർ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ള ഒരു ബോധമെങ്കിലും അവിടെ ബോധ മനസ്സിൽ വേണ്ടേ. ബോധമനസ്സ് ഉപബോധ മനസ്സൊക്കെ നമ്മളെക്കാൾ ഉപരിയായിട്ട് വളരെയധികം ആഴത്തിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാവും. നമ്മളെ ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് പുറമേക്ക് മറ്റൊന്ന് പ്രകടിപ്പിക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഈ മജീഷ്യൻ, അതേപോലെ ഹിപ്നോട്ടിസ്റ്റ്, അതേപോലെ തന്നെ മെന്റലിസ്റ്റ്, ഇവർക്കൊക്കെ മറ്റുള്ളവരെക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യത്തിൽ സ്കില്ല് ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് നമ്മളിപ്പോൾ ഓരോ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ, ബാഹ്യമായിട്ട് വളരെ സരസമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും പ്രസരിപ്പോടു കൂടി നിൽക്കാനും അതോടൊപ്പം തന്നെ മറ്റൊരു സ്വഭാവത്തിൻ്റെ ഉടമകളാകാനും നമ്മളെക്കാൾ ഉപരി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളെക്കാൾ ഉപരി ഇവർക്ക് കഴിയും. നമുക്കൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ മറ്റുള്ളവർക്ക് മാജിക് പോലെ തന്നെ ഈ കൺകെട്ടുകൾ, ഈ ജാലവിദ്യകൾ നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതെ പ്രകടിപ്പിക്കാനുള്ള കഴിവുകൾ കൂടുതലാണ് എന്ന് നമ്മൾ ഇതുപോലെയുള്ള കുറേ ആളുകളെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും അനുഭവങ്ങളും വെച്ചുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് നമ്മുടെ ഫാസിൽ ചോദിക്കുന്നത് ഖത്തറാണ്. വിദേശ രാജ്യത്തേക്ക് ഷിഹാബിന് അനിയനാണ് തോന്നുന്നു ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി. അതൊക്കെ എങ്ങനെ ആയിരുന്നാലും ഒരു സൗഹാർദ്ദത്തിലാണല്ലോ കൊണ്ടുപോകുന്നത്. തുറന്ന് അങ്ങനെ ഒരു വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളാണ് ഷിഹാബ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ വളരെയധികം മുമ്പേ തന്നെ സംസാരിച്ചു കൊണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുപരമായിട്ടുള്ള യാത്രകളും മറ്റൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഷിഹാബ് ഒരു നമ്മുടെ തേർഡ് പേഴ്സണായ മുതുകാട് സാറിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കും. ഏതായിരുന്നാലും ഷിഹാബ് തിരിച്ചു പോരാൻ സമയത്തൊരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ഷിഹാബിന് അർഹതപ്പെട്ട ഒരു സാമ്പത്തികം, ഇതിൻ്റെ പേരിൽ മുതുകാട് സാറ് അത് നീ ഷിഹാബ് കൊണ്ടുപോകണ്ട, ഞാൻ അക്കൗണ്ടിലിടാം, അവിടുന്ന് അങ്ങോട്ട് തരാം, അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ചോദിച്ചപ്പോൾ അത് ഷിഹാബ് പറയുന്നത് മുതുകാട് സാറിന്, ഗോപിനാഥ് സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും അതിൻ്റെ ഭാഗമായി എന്നെ ഇട്ടേച്ചു പോയി എന്നുമാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ വീണ്ടും ശ്രദ്ധിച്ചു. എന്നെ ഇട്ട് മുതുകാട് സാറും മറ്റൊരു വ്യക്തിയുടെ പേരും പറയുന്നുണ്ട്. അവർ വേറെ ഫ്ലൈറ്റിന് പോയി. ഇതൊരു സ്വാഭാവിക രീതിയിൽ പറയാണ്. എന്നെ ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ നീ ഇനി നാട്ടിലേക്ക് പോകണ്ട, എനിക്ക് ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല, നീ അവിടെ കിടക്കേ, ഈ പൈസ തന്നില്ലല്ലോ, ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു രീതിയിൽ പോയി എന്നാണോ ആ സംഭാഷണത്തിൽ മനസ്സിലാവുന്നത്? എന്നെ അവിടെ ഇട്ട് അവർ രണ്ടുപേരും വേറെ ഫ്ലൈറ്റിന് പോയി എന്ന് പറഞ്ഞാൽ അവിടെ, അതായത് ഞാൻ മറ്റൊരു രീതിയിൽ പോയിക്കോ, ഞങ്ങൾ വേറൊരു രീതിയിൽ പോവുകയാണ് എന്ന് പറ. ഇനി ഇത് ഈ വളരെ ഒരു സൗഹാർദ്ദ രീതിയിലുള്ള പ്രതികരണമല്ല എന്നുള്ളത് ഇതെങ്ങനെ ഫാസിലിന് മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ ഒരാളുടെ പ്രതികരണത്തെ ഇപ്പോൾ ഒരേ കാര്യം തന്നെ രണ്ട് വൈകാരികതയിൽ പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞ കാര്യം തന്നെ വേറൊരു വൈകാരികതയിൽ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്ന പോലെ തന്നെ ഷിഹാബിന് മാത്രമാണ് മുതുകാട് സാറ് ഏത് മാനസികാവസ്ഥയിലാണ് അത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാകും. അത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ. അപ്പോൾ മുതുകാട് സാറിലുണ്ടായ വൈകാരികത, നിലവിൽ അതിന് മുമ്പ് ഏത് രീതിയിലായിരുന്നു പെരുമാറ്റം, സാമ്പത്തികം ചോദിച്ചപ്പോൾ അത് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കാത്തതിന് ശേഷം മുതുകാട് സാറിനുണ്ടായത് വൈകാരിക തലങ്ങളുണ്ട്. അത് ഫാസിൽ ഇവിടുന്ന് ചർച്ച ചെയ്താലോ മുതുകാട് സാറിനോടോ ചോദിച്ചാൽ കിട്ടൂല, ആ സംഭാഷണം കേട്ടാൽ കിട്ടൂല. അത് ഷിഹാബ് ആ നിമിഷത്തിലെ എൻ്റെ കൂടെയുള്ള ആളിൽ നിന്നുള്ള വൈകാരികൾ എന്നാണെന്ന് അയാളുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും എല്ലാം നോക്കിയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയെന്നുള്ളത്. അതിനെ ഇവിടെ ഫാസില്
ഏത് രീതിയിൽ അത് മാത്രം, ആ ക്ലിപ്പ് മാത്രം, ആ വാചകം മാത്രം എടുത്ത് ചിത്രീകരിച്ചാൽ അത് ഒരിക്കലും അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയില്ല. അത് ശിഹാബിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ആ കാശ് കൊടുക്കാത്തത് കൊണ്ടോ അല്ലേ എന്നുള്ളത്. ആ വ്യക്തിയുമായിട്ടുള്ള അപ്പോൾ സമ്പർക്കത്തിലും അയാളുടെ വൈകാരിക തലങ്ങളിലും ഉണ്ടായ മാറ്റവും തൊട്ടു മുമ്പ് അയാൾ ആ നിമിഷത്തിൽ എങ്ങനെയാണോ പെരുമാറിയത് എല്ലാം കൂടി മനസ്സിലാവുമ്പോഴാണ്. അപ്പോൾ ശിഹാബ് പറയുന്നത് ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വൈകാരികതയിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനകത്തുണ്ടായ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണുകൾ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക തലങ്ങളിൽ നിന്ന് പ്രകടനം തന്നെയാണ്. അപ്പോൾ ശിഹാബ് പറഞ്ഞതിൽ യാതൊരു കളങ്കവുമില്ല, ഇട്ടേച്ചു പോയി എന്ന്. പക്ഷേ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഷിഹാബിന്റെ പിറ്റേ ദിവസത്തെ കല്യാണത്തിൽ എത്തുമോ? അതിനുവേണ്ടി മറ്റൊരു വ്യക്തിയെ മുതുകാട് സാറ് ഇവരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ട ഏൽപ്പിച്ച ഒരാളുടെ സംഭാഷണം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളും ഷിഹാബ് പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. എന്നിട്ട് രണ്ടിനെയും കൂടി കമ്പാരിസൺ നടത്താൻ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മുതുകാട് സാറ് അപ്പോൾ ആ ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് ഷിഹാബ് പറഞ്ഞ് വളരെ യാഥാർത്ഥ്യമാണ്. ഇട്ടേച്ച് പോവുകയാണ്. ഇട്ടേച്ച് പോവുക പറഞ്ഞാൽ അസംതൃപ്തി രേഖപ്പെടുത്തി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ന് കരുതി മുതുകാട് സാർ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് സമൂഹത്തിന് മുമ്പിലും ഇന്ന് ലോകത്തും. എന്ന മുതുകാട് സാറിന് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ഷിഹാബിന്റെ സുരക്ഷിതത്വം കൂടി അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഇട്ടേച്ച് പോകാൻ സാധിക്കുകയില്ലല്ലോ. അത് ആ നിമിഷത്തിൽ വന്ന അല്ലെങ്കിൽ ഇവർ പോകുമ്പോൾ സംഭാഷണത്തിലും മറ്റൊക്കെ ഇതൊക്കെ ഉരുത്തിരിയായിരുന്നു. ഷിഹാബ് ഇങ്ങനെ പോരേണ്ടി വരും, ഞാൻ ഈ രീതിയിലായിരിക്കും നാട്ടിലേക്ക് പോവുക, ഇതൊക്കെ സ്വാഭാവികമല്ലേ ഒരു ഫിസിക്കലി ചാലഞ്ചായ ഒരാളുമായിട്ട് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരു സംഭാഷണം ഒന്നുമില്ലാതെ പെട്ടെന്ന് ഈ സാമ്പത്തികം ചോദിച്ചപ്പോൾ മാത്രം വന്ന ഒരു വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിഹാബ് മനഃശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കിയ ഒരു കാഴ്ചപ്പാടാണ് ഷിഹാബ് പറഞ്ഞത്. അതൊരു ഇട്ടേച്ച് പോകലിനെയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാലേ പിന്നെ തിരിഞ്ഞു നോക്കൂല എന്നുള്ളതല്ല. കാരണം അവരുമായിട്ട് കുറെ കാലത്തെ ബന്ധവും സാമൂഹ്യമായിട്ടൊരു പ്രതിബദ്ധതയും നാളെ സമൂഹത്തോട് മറുപടിയും മുതുകാട് സാർ പറയേണ്ടി വരുമല്ലേ ഈ ഷിഹാബിന് വല്ലതും സംഭവിച്ചാല്. അപ്പോ പിന്നീട് ചില ബന്ധപ്പെട്ടവരെ വിളിച്ച് ഇവർ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യും. അത് സ്വാഭാവികമാണ്. എന്ന് കരുതി ഷിഹാബ് പറഞ്ഞ് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി അത് തന്നെ ഷിഹാബിന്റെ ശൈലിയിൽ ഇട്ടേച്ച് പോയി എന്നാണ്. അല്ലാതെ തന്നെ അവര് ഇവിടെ ഇനി വേറെ ഏതെങ്കിലും രീതി മറ്റു രീതി ഞങ്ങളെ കൂടെ പോരണ്ട, ഞങ്ങൾ വേറെ പോവുകയാണ്, ഈ രീതി പോയി എന്ന് മാത്രമേ ഷിഹാബ് പറഞ്ഞതിൽ ധ്വനിയുള്ളൂ. അപ്പൊ അതിനെ ആളുകളുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം വെച്ച് ഷിഹാബ് പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് ആളുകളുടെ മുമ്പിലേക്ക് ഇത്രയൊരു പ്രശ്നത്തെ വലിച്ച് ഇടാൻ വേണ്ടിയാണ് ഫാസില് തൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രാവീണ്യം സ്കില്ല് വെച്ച് അവിടെ വ്യഗ്രത കാണിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്താണ് നമുക്ക് മനസ്സിലായെന്ന് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയുള്ളൂ. ഇനി നാളെ ഒരു അനുഭവത്തിൽ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് പറയാൻ പാടില്ലല്ലോ. ഇനി മറ്റൊന്ന്, ഇനി ആ കല്യാണത്തിന് കൂടിയിട്ടുണ്ട് എന്ന് ഷിഹാബ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാ